ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മാംഗോ കറിയാണ്. അങ്കമാലി സ്റ്റൈലിലുള്ള ഒരു ഫിഷ് മാംഗോ കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ 3/4 കിലോ മീനാണ് എടുത്തു വെച്ചേക്കുന്നത്. അതിലേക്ക് ഒരു വലിയ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതിലേക്ക് ഞാൻ ഒരു വലിയ പച്ചമാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നല്ല പുളിയുള്ളതായതുകൊണ്ടാണ് ഞാൻ ഒരു വലിയ മാങ്ങ എടുത്തിട്ടുള്ളൂ. പുളി കുറവാണെങ്കിൽ 2 മാങ്ങ വരെ ചേർത്ത് കൊടുക്കാം. അവരവരുടെ പുളിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മാങ്ങ ചേർത്ത് കൊടുക്കണം. നമുക്ക് തേങ്ങാപ്പാൽ വേണം. അതിന് ഞാൻ 1-ാം പാലും 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് 1-ാം പാലും 2 കപ്പ് 2-ാം പാലുമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ മൺചട്ടിയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം കൈ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഞെരടി പിടിപ്പിക്കണം. ഈ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആകണം. അതുവരെ നമുക്കിതൊന്ന് തിരുമ്മി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. മീൻ കഷ്ണങ്ങളും മാങ്ങയും കൂടെ വേകാനുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് അടച്ചു വെക്കാം. കറി ഒന്ന് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. പച്ചമാങ്ങയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. ഈ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് നിരത്തി കൊടുക്കാം. ഈ കഷ്ണങ്ങളെല്ലാം കറിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചാറിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമുക്ക് തുറന്നിട്ട് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. തവിയിട്ട് ഇളക്കരുത്, മീൻ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും. ഇതുപോലെ ചുറ്റിച്ചു കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വേവിക്കുകയും ചെയ്യണം. നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്തതിന് ശേഷം തവി കൊണ്ട് ഇളക്കാതെ ഇതുപോലെ ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. മൺചട്ടി ആയതുകൊണ്ട് ചൂടുള്ളതുകൊണ്ട് കറി അതിൽ തന്നെ ഇരുന്ന് ആ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നോളൂ. നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവായും കൂടെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 3-4 ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതുമെല്ലാം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2-3 വറ്റൽമുളകും കൂടെ ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം. ഈ വറ്റൽമുളകും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിനി ഇത് കറിയിലേക്ക്
ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ അങ്കമാലി ഫിഷ് കറി റെഡിയായി. ഇതിനി ഒരു സെർവിംഗ് പ്ലേറ്റിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്